ഭരണഘടന അംഗീകരിച്ച നാൾ തൊട്ടേ അതിനെ തള്ളിപ്പറയുന്ന, അതിൽ ഏറ്റവും പ്രധാന ഭാഗമായ മതനിരപേക്ഷതയെ തള്ളിപ്പറയുന്ന നിലപാട് RSSും സംഘപരിവാറും സ്വീകരിച്ചിരുന്നു. കാലം മാറി. നിർഭാഗ്യവശാൽ RSS നിയന്ത്രിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ രാജ്യത്തിന്റെ ഭരണാധികാരം എത്തിച്ചേർന്നു. ആ ഗവൺമെന്റ് RSSന്റെ അജണ്ടയാണ് നടപ്പാക്കാൻ നോക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി RSS ലക്ഷ്യമിട്ടത് എന്താണോ അതിലേക്ക് പടിപടിയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ RSSന്റെ 100ാം ജന്മദിനം അടുത്ത വർഷമാണ്. അപ്പോഴേക്ക് രാജ്യത്തെ RSS കാണുന്ന രീതിയിൽ മാറ്റണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. RSS അജണ്ട ആ രീതിയിൽ പ്രാവർത്തികമാക്കാനാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്